സഞ്ജു സാംസൺ എനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ്. ആരോഗ്യകരമായ മത്സരമുണ്ടാകുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരും. അത് ടീമിനും നല്ലതാണ്. സഞ്ജുഭായ് ഒരു മികച്ച കളിക്കാരനാണ്. ഞാൻ അദ്ദേഹത്തോട് മത്സരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങളെ പോലെയാണ്. ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും അദ്ദേഹം എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്യാറുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2020 മത്സരത്തിന് ശേഷം വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ പറഞ്ഞു, ജിതേഷ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. സഞ്ജു ഒരു മികച്ച കളിക്കാരനാണ്. അദ്ദേഹത്തോട് മത്സരിക്കേണ്ടതുമുണ്ട്. പക്ഷേ ആ മത്സരഫലം നോക്കാതെയാണ് നിങ്ങളടക്കം പല താരങ്ങളെയും സഞ്ജുവിൻ്റെ സ്ഥാനത്തിന് പകരം ടീമിൽ ഉൾപ്പെടുത്തുന്നത്, കളിപ്പിക്കുന്നത്. എനിക്കുറപ്പാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഇപ്രകാരമായിരിക്കും: സഞ്ജുവിനെ കുറിച്ചല്ലാതെ വേറെ വീഡിയോ ഒന്നുമില്ലേ, ഇനിയെങ്കിലും നിർത്താമോ എന്നൊക്കെ. നിർത്തില്ല. സഞ്ജുവിന് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ പോലും ഉൾപ്പെടുത്താതിരുന്നപ്പോൾ നമ്മൾ ഏകദിനത്തിലെ സഞ്ജുവിൻ്റെ സ്റ്റാറ്റുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. സഞ്ജു സാംസൺ ഏകദിന ഫോർമാറ്റിൽ അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് 2023 ഡിസംബർ 21 അന്ന് നിർണായക മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി നേടി. ഇന്ത്യ ജയിച്ചു, പരമ്പരയും സ്വന്തമാക്കി. പിന്നീട് ഏകദിന ഫോർമാറ്റിൽ അടുപ്പിച്ചിട്ടില്ല. പരിക്കോ അല്ലെങ്കിൽ പകരക്കാരുടെ മികച്ച ഫോമോ അല്ല സഞ്ജുവിന് വിനയായത്. സഞ്ജുവിനെ കളിപ്പിക്കില്ല എന്ന് ആരൊക്കെയോ തീരുമാനം എടുത്ത പോലെ കാര്യങ്ങൾ അങ്ങ് നടപ്പിലാക്കിയാൽ പിന്നെന്ത് ചെയ്യാനാകും. ഇനി 2020ലേക്ക്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സഞ്ജു സാംസന്റെ റെക്കോർഡ് ഇങ്ങനെയാണ്: 4 മത്സരം, 216 റൺസ്, ശരാശരി 72, 2 സെഞ്ചുറികൾ, സ്ട്രൈക്ക് റേറ്റ് 194.59. അവസാനം കളിച്ചത് ഓസ്ട്രേലിയൻ പരമ്പരയിൽ. ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത് ഒരു മത്സരത്തിൽ. അന്ന് ഇന്ത്യ 125 റൺസിന് ഓൾ ഔട്ടായി. സഞ്ജു ഉൾപ്പെടെ ഇന്ത്യൻ ബാറ്റർമാർ എല്ലാവരും നിരാശപ്പെടുത്തി. 2 അക്കം കടന്നത് അഭിഷേക് ശർമ്മയും ഹർഷിത് റാണയും മാത്രം. അന്ന് ശുഭ്മാൻ ഗിൽ 5 റൺസ്, സൂര്യകുമാർ യാദവ് 1 റൺസ്, തിലക് വർമ്മ 0, ശിവൻ ദുബെ 4 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. പക്ഷേ സഞ്ജുവിന് പിന്നെ അവസരം കൊടുത്തില്ല. പകരം ജിതേഷ് വന്നു. ബാക്കി നിരാശപ്പെടുത്തിയ എല്ലാവർക്കും ഇപ്പോഴും അവസരമുണ്ട്. അവർ ടീമിലുമുണ്ട്. ഇനി അതിനു മുമ്പ് സഞ്ജു കളിച്ചത് ഏഷ്യ കപ്പിലായിരുന്നു. അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സഞ്ജു ആയിരുന്നു. ഒമാനെതിരെ കളിയിലെ താരം. പാകിസ്ഥാനെതിരായ ഫൈനലിൽ തിലകിനൊപ്പം നിർണായക കൂട്ടുകെട്ട്. ഇന്ത്യൻ വിജയത്തിൽ വലിയ പങ്ക്. പക്ഷേ അപ്പോഴും വിമർശകർ പറഞ്ഞു, സഞ്ജു ഔട്ടാകാൻ പാടില്ലായിരുന്നു. വിജയിക്കുന്നതുവരെ ക്രീസിൽ നിൽക്കണമായിരുന്നു. നേരത്തെ പുറത്തായ സൂര്യയ്ക്കും ഗില്ലിനും ഒന്നുമില്ലാത്ത കുറ്റമാണ് സഞ്ജുവിന്. മാത്രമല്ല, ആ ടൂർണമെൻറ്റിന് തൊട്ട് മുൻപ് വരെ ഓപ്പണിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങി 3 2020 സെഞ്ചുറി നേടി. അഭിഷേകിനൊപ്പം മികച്ച തുടക്കം ഇന്ത്യക്ക് സമ്മാനിച്ച സഞ്ജുവിനെ നിഷ്കരുണം വെട്ടി. ഇനി സഞ്ജുവിന് പകരം ഓപ്പണിങ്ങിലേക്കും വിക്കറ്റ് കീപ്പിങ്ങിലേക്കും കൊണ്ടുവന്ന ശുഭ്മാൻ ഗില്ലിനും ജിതേഷ് ശർമ്മയ്ക്കും സഞ്ജുവിനേക്കാൾ മികച്ച റെക്കോർഡ് 2020-ലുണ്ടോ? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2020-ൽ ഓപ്പണിംഗ് ഇറങ്ങിയ ഗില്ലിൻ്റെ സമ്പാദ്യം എന്താ? 4 റൺസ്. സോറി, ഗില്ലാകുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. 96 റൺസിന് സെഞ്ചുറി നഷ്ടം. 2 പന്തിൽ 4 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 200. നിങ്ങൾ പോയി ഡൊമസ്റ്റിക് കളിക്കൂ, തെളിയിക്കൂ എന്ന് ഗൗതം ഗംഭീറും അജിത് അഗർക്കറും നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട്. ഇപ്പോഴും ലിമിറ്റഡ് ഓവറിൽ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരായ ഫോമിൻ്റെ പീക്കിൽ നിൽക്കുന്ന രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും പറയും ഡൊമസ്റ്റിക് കളിക്കാൻ. അപ്പോൾ നമുക്ക് ആഭ്യന്തര മത്സരത്തിലെ കണക്ക് കൂടി നോക്കാം. സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും മുഷ്താഖ് അലി 2020 ടൂർണമെൻറ്റിൽ നിന്നാണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് വരുന്നത്. ഗില്ലിനെ വിടാം. പരിക്കിനെ തുടർന്ന് NCAയിലായിരുന്ന മൂപ്പർക്ക് വേണ്ടിയാണ് 2020 ടീം പ്രഖ്യാപനം തന്നെ വൈകിപ്പിച്ചത്. മുഷ്താഖ് അലിയിൽ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും 6 മത്സരങ്ങൾ വീതമാണ് കളിച്ചത്. 6 മത്സരങ്ങളിൽ ജിതേഷ് നേടുന്നത് ആകെ 90 റൺസ്. ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലുമില്ല. അതിനു മുമ്പ് നടന്ന എമർജിംഗ് ഏഷ്യ കപ്പിൻ്റെ കഥ പറയണ്ടല്ലോ. ഇനി സഞ്ജു മുഷ്താഖ് അലിയിലെ 6 മത്സരങ്ങളിൽ നിന്ന് നേടുന്നത് 233 റൺസാണ്. അതിൽ മുംബൈക്കെതിരെ 28 പന്തിൽ 46, ആന്ധ്രയ്ക്കെതിരെ ഒറ്റയാൾ പോരാട്ടത്തിൽ നേടിയ അർദ്ധ സെഞ്ചുറി 73 റൺസ്, അതും 56 പന്തിൽ. ഛത്തീസ്ഗഡിനെതിരെ 15 പന്തിൽ 43 റൺസ്, ഒഡീഷയ്ക്കെതിരെ 10 വിക്കറ്റ് ജയം നൽകിയ അർദ്ധ സെഞ്ചുറി. പക്ഷേ എന്നിട്ടും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ 11 തിരഞ്ഞെടുത്തപ്പോൾ ജിതേഷും ഗില്ലും അകത്താണ്, സഞ്ജു സാംസൺ പുറത്തും. ആദ്യ മത്സരം നമ്മൾ ഗംഭീരമായി ജയിച്ചു. അതുകൊണ്ട് വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. കാരണം പരാജയപ്പെട്ടത് ഗില്ലല്ലേ, സഞ്ജു അല്ലല്ലോ. ഇനി ലോകകപ്പിന് മുമ്പ് ശേഷിക്കുന്നത് 9 മത്സരങ്ങൾ മാത്രം.
4 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ, 5 ന്യൂസിലൻഡിനെതിരെ. അതിൽ ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന മത്സരം സഞ്ജുവിൻ്റെ സ്വന്തം തിരുവനന്തപുരത്ത്. പക്ഷേ എന്തു ചെയ്യാം, പ്രിവിലേജ് ഉള്ളവർ ഉള്ളപ്പോൾ മെറിറ്റൊക്കെ ആര് നോക്കാൻ? ഡിയർ സെലക്ടേഴ്സ്, ബെഞ്ച് ഓഫ് ജോക്കേഴ്സ്, എത്ര സമർത്ഥമായാണ് നിങ്ങളൊരാളെ കൊല്ലാതെ കൊന്നത്. സോറി സഞ്ജു സാംസൺ, ഇവരാരും നിങ്ങളെ അർഹിക്കുന്നില്ല.